കണ്ണൻ താമരക്കുളം ഡയറക്റ്റ് ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് വിരുന്ന്. അഭിനയിച്ചിരിക്കുന്ന അർജുൻ സർജ, നിക്കി ഗൽറാണി, പ്രൊഡ്യൂസർ കൂടിയായ ഗിരീഷ് നെയ്യാർ. സിനിമ ഒരു ആക്ഷൻ ത്രില്ലറാണ്. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഗിരീഷ് നെയ്യാർ അവതരിപ്പിക്കുന്ന ഒരു ഓട്ടോക്കാരൻ്റെ ക്യാരക്ടറിൽ നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നത്. അയാളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് മുന്നോട്ട് പോകുന്നു. അതിനുശേഷം കാണിക്കുന്ന ഒരു വലിയൊരു കമ്പനിയുടെ മുതലാളി കൊല്ലപ്പെടുകയാണ്. അതിനുശേഷം കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അയാളുടെ ഭാര്യയും കൊല്ലപ്പെടുകയാണ്. അങ്ങനെ അവരുടെ മകൾ ഒറ്റയ്ക്കാവുന്നു. അവൾക്ക് അപകട സാധ്യതയുണ്ടെന്നറിഞ്ഞ് ഇവളുടെ അച്ഛൻ്റെ കൂട്ടുകാരൻ, അതായത് ഈ കമ്പനി മുതലാളിയുടെ കൂട്ടുകാരൻ, ഇവളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ഈ ഓട്ടോക്കാരനും അവിടേക്ക് വരുന്നുണ്ട്. അയാൾ ഇതിലൊരു കൊലപാതകം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഓട്ടോക്കാരനും അതായത് ഗിരീഷ് നെയ്യാർ അവതരിപ്പിച്ച ക്യാരക്ടറും നിക്കി ഗൽറാണിയും ഇവർ രണ്ടുപേരും കൂടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്, വേറെ സ്ഥലത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും. അതിനിടയിൽ അർജുൻ സർജയുടെ ക്യാരക്ടറിനെ കാണുന്നതും അങ്ങനെ നടക്കുന്ന കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. അവസാനത്തെ ഒരു ട്വിസ്റ്റ് പോലെയൊക്കെ കാണിച്ച് ഒരു സസ്പെൻസ് രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അവിടെ കൊള്ളാമായിരുന്നു. പക്ഷേ സിനിമ എന്ന് വെച്ച് നോക്കുമ്പോൾ ബേസിക് ത്രെഡ് അത്യാവശ്യം നല്ല രസമുള്ളൊരു ത്രെഡാണ്. പക്ഷേ ഒരു മേക്കിങ്ങിലോട്ട് വരുമ്പോൾ അത്രയ്ക്കൊരു രസം എനിക്ക് തോന്നിയില്ല. ഒരു ആവറേജ് ഫിലിം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആക്ഷൻ സീക്വൻസുകളൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ചെയ്യുന്ന ഒരു സിനിമയൊന്നും ആയിരുന്നില്ല. ജസ്റ്റ് ഒരു ഓക്കെ ഫിലിം എന്നുള്ള രീതി മാത്രമാണ് തോന്നിയത്. അർജുൻ സർജയുടെ ആക്ഷൻ സീക്വൻസുകളൊക്കെ നൈസായിരുന്നു. കാണാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് കണ്ടു നോക്കാം.